മൂവന്തിത്താഴ്വരയിൽ വെന്തുരുകും വിൺസൂര്യൻ മുന്നാഴിച്ചെങ്കനലായി നിന്നുലയിൽ വീഴുമ്പോൾ ഒരു തരി പൊൻതരിയായി നിൻ ഹൃദയം നീറുന്നു. നിലാവല കയ്യാൽ നിന്നെ വിലോലമായി തലോടിടാം. നിലാവല കയ്യാൽ നിന്നെ വിലോലമായി തലോടിടാം. ആരാരിരം മൂവന്തിത്താഴ്വരയിൽ വെന്തുരുകും വിൺസൂര്യൻ മുന്നാഴിച്ചെങ്കനലായി നിന്നുലയിൽ വീഴുമ്പോൾ ഇരുളുമേകാന്തരവിൽ തിരിയിടും വാർത്തിങ്കളാക്കാം. മനസ്സിലെ മൺകൂടിനുള്ളിൽ മയങ്ങുന്ന പൊൻവീണയാക്കാം. ഒരു മൂളം കണ്ടാൽ ചുണ്ടത്തെ മൂളുന്ന പാട്ടിൻ്റെ ഈണങ്ങൾ ഞാനെല്ലുവാങ്ങാം. ഒരു കുളിർ കാരാട്ടായി നീ വാർക്കും കണ്ണീരും കാണാം പൂമുത്തെല്ലാം എന്നുള്ളിൽ കോർക്കാം. മൂവന്തിത്താഴ്വരയിൽ വെന്തുരുകും വിൺസൂര്യൻ മുന്നാഴിച്ചെങ്കനലായി നിന്നുലയിൽ വീഴുമ്പോൾ കവിളിലെ കാണാനിലാവിൽ കനവിൻ്റെ കസ്തൂരി ചാർത്താം. മിഴിയിലെ ശോകാർദ്രഭാവം മധുരിക്കും ശ്രീരാഗമാക്കാം. എരിവയിൽ പായും നിൻമുണ്ടത്തെ മന്ദാരക്കൊമ്പത്തെ മഞ്ഞായി മുറ്റത്ത് മാറാം. ഈനാവിൻ്റെ കുന്നിക്കോരുത്തോലപ്പന്തൽ മേലഞ്ഞിട്ട് മൂവന്തിത്താഴ്വരയിൽ വെന്തുരുകും വിൺസൂര്യൻ മുന്നാഴിച്ചെങ്കനലായി നിന്നുലയിൽ വീഴുമ്പോൾ ഒരു തരി പൊൻതരിയായി നിൻ ഹൃദയം നീറുന്നു. നിലാവല കയ്യാൽ നിന്നെ വിലോലമായി തലോടിടാം. നിലാവല കയ്യാൽ നിന്നെ വിലോലമായി തലോടിടാം. ആരാരിരം മൂവന്തിത്താഴ്വരയിൽ വെന്തുരുകും വെൺസൂര്യൻ മുന്നാഴിച്ചെങ്കനലായി നിന്നുലയിൽ വീഴുമ്പോൾ
വൈശാഖ് ചേച്ചി. ജഡ്ജസിനോട് ചോദിക്കാം. സുജാ ചേച്ചി. വൈശാഖ് ചേച്ചി. വൈശാഖ് അസലായി തന്നെ പാടി. വൈശാഖ് താങ്ക് യു. ഡെഫിനറ്റ്ലി കുറച്ച് തെറ്റുകളുണ്ടായിരുന്നു. കുറച്ചും കൂടി ഫീല് വരാം. അതെന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് ഈ പാട്ട് പാടിയേക്കുന്നത് ദാസേട്ടൻ്റെ വോയിസിന് വേണ്ടി ഉണ്ടാക്കിയ പാട്ടാണ് രവീന്ദ്ര മാസ്റ്റർ. കാരണം ഇങ്ങനെ ആ താഴേക്ക് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം മോൻ്റെ വേറൊരു കൾച്ചറാണ് വോയിസ്. അപ്പം അതിൻ്റെ ഒരു വ്യത്യാസമാണ്, ഡിഫറൻസ് ആണ്. അല്ലാതെ മോശം നമുക്ക് പറയാൻ പറ്റില്ല. പാട്ട് സൈഡ് നോക്കുമ്പോൾ കുറച്ച് പാട്ട് ഷാർപ്പായിരുന്നു. ത്രൂ ഔട്ട് ദ സോങ് ഷാർപ്പായിട്ട് കുറച്ച് ശ്രുതി നിന്നിരുന്നു. പിന്നെ എന്താ ഈ ഓർക്കസ്ട്ര കഴിഞ്ഞുള്ള സ്റ്റാർട്ടൊക്കെ എന്തായിരുന്നു ഒരു കൺഫ്യൂഷൻ. ഒരു തുടക്കം, ഒരു എൻട്രി ഡിഫിക്കൽട്ട് ഉണ്ടായിരുന്നു ചരണങ്ങൾ. പിന്നെ ആ ഇരുളുമീ ഇതും കനവിൻ്റെ ഈ രണ്ട് അവിടുത്തെ ട്യൂൺ എന്തോന്നും കൂടെ പാടുവോ? അടുത്ത് തിരിയിടും വാർത്തിങ്കളാക്കാം. അത് കറക്റ്റ്. ഇത് തന്നെയാണോ കനവിന്റെ? ഇത് തന്നെയാണോ? അത് പാടുവൊന്നും കൂടെ. കനവിന്റെ. ഓക്കെ. അപ്പൊ തിരിയുടെ അതാണോ? തിരിയിടും. ഓക്കെ. അതാണ് സ്റ്റാർട്ടിങ് നോട്ട്. അവിടെ ക്ലാരിറ്റി കുറവാണ്, എന്താന്ന് മനസ്സിലായില്ല. പിന്നെ ലിറിക്സ് എന്തേ അത് കോൺഫിഡൻസ് പോരായ്മ കൊണ്ടാണ് ലിറിക്സ് മറന്നുപോയത്. പക്ഷെ ആ ലിറിക്സ് ഭയങ്കര തമാശയായിരുന്നു. കുറെ ഞങ്ങൾ ചിരിക്കാൻ അവസരം തന്നു. മുണ്ടത്ത് എനിക്ക് മുണ്ടത്തിൻ്റെ മോന്തയ്ക്ക് മാന്താം എന്നൊക്കെ അങ്ങനെയൊക്കെ തോന്നി. എനിക്ക് എന്തെങ്കിലും കോൺഫിഡൻ്റ് ആയിട്ട് പാടിയല്ലോ. ചീത്തയാണെങ്കിലും കുഴപ്പമില്ല, ഞാൻ പാടിത്തീർക്കുന്നു. എന്തൊക്കെയോ പാടി. മോന്തയ്ക്ക് മാന്താം എന്നൊക്കെ പറഞ്ഞ് പാടി കൊള്ളായിരുന്നു. അങ്ങനെയൊന്നുമില്ല കേട്ടോ. യു ആർ റിയലി ഗുഡ്. അങ്ങനെ എനിക്ക് ഇഷ്ടമായി. പ്രധാനമായിട്ടുള്ള ശ്രുതിയാണ് എനിക്ക് വലിയ പ്രോബ്ലമായിട്ട് തോന്നിയത്. പിന്നെ ആ ഒരു സംഗതികൾ ഇത് ഒന്നത് കുരുകുരാന്നുള്ള സംഗതി അത് പാടാൻ കുറച്ചും കൂടി സ്വാതന്ത്ര്യം കുറവ് പോലെ തോന്നി വൈശാഖ് പാടുമ്പോൾ എനിക്ക്. അതാ ശ്വാസം, അതാ ഞാൻ എഴുതി വെച്ചത്. ശ്വാസം, സംഗതി ശ്വാസം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് മോനത് കറക്റ്റ് ചെയ്തണം കേട്ടോ. അത് ഒന്നും കുഴപ്പമില്ല. സംഗതിയും ശ്വാസമാണ് ഈ റൗണ്ടില്. കുഴപ്പമില്ല, കുറച്ച് ശ്വാസം എവിടുന്നെങ്കിലും മേടിക്കട്ടെ. ശ്രീനിസ. വൈശാഖ് നന്നായിരുന്നു. വൈശാഖിനൊരു കോൺഫിഡൻസിൻ്റെ കുറവ് കാണുന്നുണ്ട്. അസാധ്യ ഫീലായിരുന്നു. ഉഗ്രനായിട്ട് പാടി. ആ സോങ് ചോയ്സ് ആയിരുന്നു. യു ആർ ഏബിൾ ടു ഇമോഷനും കറക്റ്റായിട്ട് കിട്ടി, ആ റേഞ്ചും എല്ലാം കറക്റ്റായിട്ട് വന്നു. അപ്പോൾ സോ യു ആർ ഏബിൾ ടു ഡെലിവർ പ്രോപ്പർലി. ഈ പാട്ട് ഇപ്പോൾ രവീന്ദ്ര മാസ്റ്ററിൻ്റെ റൗണ്ട് തന്നെ ഡിഫിക്കൽട്ടാണ് ഒരുപാട് ആൾക്കാർക്ക്. ബിക്കോസ് ഇറ്റ്സ് ദാസേട്ടന് വേണ്ടി പറഞ്ഞ പോലെ ഉണ്ടാക്കിയ പാട്ടുകളാണ്. അപ്പോൾ താഴെയും മേളിലും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഐ ഫെൽറ്റ് ഫോർ യു ദിസ് സോങ് വാസ് ലോ. നമ്പർ 1. ദാസേട്ടൻ്റെ വോയിസിലെല്ലാം കേൾക്കും, എല്ലാ വേർഡ്സും ഇങ്ങനെ എത്രയും കേൾക്കും. എവറിത്തിങ് വിൽ ബി ബ്യൂട്ടിഫുൾ. ബട്ട് നമുക്ക് ആ പാട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് നമ്മളെടുത്ത് വന്ന് പാടാൻ പാടില്ല. നമുക്ക് പറ്റുന്ന പാട്ടാണെന്ന് എപ്പോഴും ആലോചിക്കണം. യു കനോട്ട് സിംഗ് ലൈക്ക് ദാസേട്ടൻ. You can only sing like yourself. And you are a good singer. Believe in that. Good luck. Thank you, Srinisa. Scores അറിയാം? Okay. Srinisa. This is 27 on 30. Sharat sir. ഈ ഒരു അവസരത്തിൽ ഒരു കാര്യം പറയണം. നമുക്ക് ഈ പാട്ടിന് വയലൻസ് ഒറിജിനൽ ഗ്രൂപ്പ് തന്നെയാണ്, ഇവർ തന്നെയാണ് വായിച്ചത്. അപ്പോൾ വൈശാഖ് മോൻ ഞാൻ എഴുതി വെച്ചേക്കുന്ന ആദ്യം കോൺഫിഡൻസ് കുറഞ്ഞു എന്നാണ്. പിന്നെ ഞാനത് പറയാതിരുന്നത്, പറഞ്ഞാൽ പിന്നെയും കുറയുമെന്ന് പേടിച്ചിട്ടാണ്. പിന്നെ അണ്ണാച്ചി താങ്ങി, അപ്പോൾ പിന്നെ എനിക്ക് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. എന്നാലും ഇപ്പോൾ ഈ പാടിയതിനെ ഞാൻ മാർക്ക് തരത്തുള്ളൂ കേട്ടോ. എൻ്റെ അടുത്ത് ദേഷ്യമൊന്നും തോന്നല്ലേ ചക്കര കേട്ടോ. തോന്നിയാലും എനിക്ക് പ്രത്യേകിച്ച് ഫീൽ ചെയ്യില്ല. കാര്യം പാടിയതിനെ ഞാൻ മാർക്ക് തരും കേട്ടോ. 26.5 on 30. Thank you, Sharat sir. Suja Chechi. 27 on 30. Thank you, Chechi. 80.5 on 90. നമുക്ക് 10 എത്ര മാർക്കാണെന്ന് നോക്കാം. 8 on 10. 88.5 overall score.